തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അഭിജിത്തിൻ്റെയും സുഹൃത്ത് അജാസിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും നിരന്തര മാനസിക പീഡനവും മർദ്ദനവുമാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിന്റെ അന്വേഷണ ചുമതല നെടുമങ്ങാട് ഡിവൈഎസ്പിക്കാണ്. വനവാസി സമൂഹത്തിൽപ്പെട്ട ഇന്ദുജയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. 3 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. പ്രണയത്തിലായിരുന്ന ഇരുവരുടെ വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയി താലികെട്ടി. ഇതിനുശേഷം വീട്ടുകാരുമായി ഇന്ദുജയ്ക്ക് കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് മുൻപ് മധുരമുള്ളൊരു ജീവിതം പ്രതീക്ഷിച്ച് ഈ വീട് വിട്ടിറങ്ങുമ്പോൾ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ഇന്ദുജ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഭർത്താവിന് പുറമെ ഭർത്താവിന്റെ സുഹൃത്തിന്റെയും മാനസികവും ശാരീരികവുമായ ക്രൂരപീഡനങ്ങൾക്കൊടുവിലാണ് ഇന്ദുജ ജീവിതം അവസാനിപ്പിച്ചത്. ഭർത്തൃവീട്ടിൽ ഇന്ദുജ നിരന്തരം പീഡനത്തിനിരയായെന്ന ബന്ധുക്കളുടെ ആരോപണവും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയ ഗുരുതര പരിക്കുകളും കേസിൽ വഴിത്തിരിവായി. കണ്ണിന് സമീപത്തും തോളിലുമായിരുന്നു ആ ഗുരുതര പരിക്കുകൾ. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തായ അജാസിനെ കസ്റ്റഡിയിലെടുത്തത്. അജാസുമായി ഇന്ദുജയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു. ഇതിന്റെ പാടുകളാണ് ഇന്ദുജയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ആത്മഹത്യക്ക് തൊട്ടുമുൻപ് അജാസ് ഇന്ദുജയെ വിളിച്ച് ദേഷ്യപ്പെട്ടു. പിന്നാലെയാണ് തൂങ്ങിമരണം. മരണത്തിൽ അഭിജിത്തിന്റെ കുടുംബത്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. കൊലപാതകം ചെയ്ത കുറ്റവാളി അഭിജിത്ത് എന്ന് പറഞ്ഞാലും അവന്റെ കൂട്ടുകാരന് ചെയ്ത കുറ്റത്തിന് അതിനൊരു നീതി കിട്ടണം. ഇനി ഒരു കുട്ടികൾ കൊല്ലാൻ പാടില്ല. ഒരച്ഛൻ്റെയും ഏത് കുടുംബത്തിലും കുട്ടികളും കുടുംബമാണ് ഏറ്റവും വലുത്. ഒരു കുട്ടിയെ തെറ്റ് കണ്ടാൽ ചിലപ്പം ചട്ടികളൊക്കെ തട്ടിമുട്ടി കൊല്ലാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൊലപാതകയെ കുറ്റവാളിയായിട്ട് അംഗീകരിച്ച് അതിനുള്ള ശിക്ഷ അതിനുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷ കൊടുക്കുക. അത് അടിച്ച് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ. അതായത് കറുത്ത ഡോട്ടിലൊക്കെ കിടന്ന്, അതായത് ഡോട്ടെല്ലാം ഇങ്ങനെ കറുത്ത പാടിൽ നല്ല രീതിക്ക് അടി കിട്ടിയതിൻ്റെ അവരെ വീട്ടുകാരെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. അതായത് അവരെ അമ്മയ്ക്കും എല്ലാവർക്കും ഒരു പങ്ക് കാണും. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം എന്നീ കുറ്റങ്ങൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അഭിജിത്തിന്റെയും അജാസിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അന്വേഷണം ഡിവൈഎസ്പി ഏറ്റെടുത്തു. ജനം, തിരുവനന്തപുരം.